ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ അടുത്തും അശ്വിൻ്റെ അടുത്തും മാറി മാറി അഞ്ജലി ചോദിക്കുകയാണ്, ശ്രുതി കുഞ്ഞ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സത്യം പറ, അപ്പോൾ എൻ്റെ കുഞ്ഞൻ സ്കോട്ട്ലാൻഡിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനോരം പറയുന്നുണ്ട്, ഇല്ല ബേബി, അശ്വിൻ സ്കോട്ട്ലാൻഡിൽ പോയിട്ടില്ല, അവന് എയർപോർട്ടിൽ വെച്ചിട്ട് കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാണ്. ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയെന്നോ? എന്തിനു വേണ്ടിയിട്ട്? ഇതെന്തൊക്കെയാണ് ആൻറ്റി പറയണത്? രാവിലെ മുതൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആകെ തല പൊട്ടുന്ന പോലെ ഒരു വേദനയും ഒരു ദേഷ്യമൊക്കെ വരുവാണ്. ഇനിയെങ്കിലും നിങ്ങൾ വായ തുറന്ന് പറ ശ്രുതി കുഞ്ഞ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട, അഞ്ജലി ചേച്ചിയോട് ക്ഷമിക്കണം, ഈ കാര്യം ഞാൻ നേരത്തെ തന്നെ ചേച്ചിയത് പറയാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ എനിക്ക് ചേച്ചിയുടെ മുഖത്ത് നോക്കി ഇതൊന്നും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ചേച്ചി എന്താ ശ്രുതി, നീ ഇങ്ങനെ വളച്ച് കിട്ടാതെ കാര്യം എന്താണെന്ന് പറ. കുറേ നേരമായല്ലോ അവിടെ ഇവിടെയും തൊടാതെ പറയുന്നത്, എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, അത് ചേച്ചി ശരിയാ ആൻറ്റി പറഞ്ഞത്, അശ്വിൻ സർ ലണ്ടനിലും പോയില്ല, സ്കോട്ട്ലൻഡിലും പോയില്ല. അശ്വിൻ സാറിന് എയർപോർട്ടിൽ വെച്ചിട്ട് കിഡ്നാപ്പേഴ്സ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. കിഡ്നാപ്പ് ചെയ്യുന്നു? അപ്പോൾ നീ എയർപോർട്ടിൽ വെച്ചിട്ട് അശ്വിനെ കണ്ടതല്ലേ? അവൻ്റെ ഫ്ലൈറ്റ് പോയിന്ന് നീ പറഞ്ഞതുമാണല്ലോ. അതെ, അശ്വിൻ സാറിനെ ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു എന്നുള്ളത് ശരിയാണ്. ഫ്ലൈറ്റ് പോയതും കണ്ടു. പക്ഷേ അശ്വിൻ സാർ ഫ്ലൈറ്റിൽ കയറുന്നത് ഞാൻ കണ്ടില്ലല്ലോ. അശ്വിൻ സാർ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ഗുണ്ടകൾ ചേർന്ന് അശ്വിൻ സാറിനെ ആക്രമിച്ച് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഗുണ്ടകളോ? എന്തിന്? ആർക്ക് വേണ്ടിയിട്ട്? എന്തിനാ എൻ്റെ കുഞ്ഞിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയത്? അശ്വിൻ സാറിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട്, ഈ തറവാടിന് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട്. ആരാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി വേഗം തന്നെ ശ്യാമിൻ്റെ മുഖത്തേക്ക് ഓർക്കാണ്. ശ്യാം ഒന്നരത്തെ പോലെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. ശേഷം ശ്രുതിയുടെ വീണ്ടും അഞ്ജലി ചോദിക്കുകയാണ്, പറ ശ്രുതി, ആരാണ് എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ, തട്ടിക്കൊണ്ട് പോയ ആൾ ഇവിടെ തന്നെയുണ്ട് ചേച്ചി, ആ മാസ്റ്റർ ബ്രെയിൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ട് ശ്യാമിനെ നോക്കുകയാണ്. അപ്പോഴേക്കും അഞ്ജലിയും ശ്യാമിനെ നോക്കുന്നുണ്ട്. എന്താ ശ്രുതി നീ എന്നെ നോക്കണത്? എന്നെന്തോ സംശയമുള്ള പോലെ. ശ്രുതി നീ എന്താ എന്നെ സംശയിക്കുകയാണോ? അളിയെ തട്ടിക്കൊണ്ടുപോകണ്ടേ? എനിക്കെന്ത് കാര്യം? നിങ്ങൾക്ക് കാര്യമുണ്ട് ശ്യാം സർ. നിങ്ങൾ അശ്വിൻ സാറിൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ട് പോയത്. അഞ്ജലി, ഇവൾക്ക് വട്ടാണോ? ഇവൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല ശ്യാമേട്ട. ദേ ശ്രുതി, നീ എന്തൊക്കെയാണ് എൻ്റെ ശ്യാമേട്ടനെ കുറിച്ച് പറയണത്? ചേച്ചി ഞാൻ പറഞ്ഞ സത്യമാണ്. അശ്വിൻ സാർ തട്ടിക്കൊണ്ടുപോയത് ഈ ശ്യാം സാറാണ്. ഇയാൾ ചേച്ചി വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഇയാൾ ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ടവനും ഒരു വൃത്തികെട്ട ജന്തുവും വൃത്തികെട്ട ജീവിന്ന് പോലും പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ട മനുഷ്യനാണ് ഇയാൾ. മനുഷ്യനെ അല്ല, മൃഗമാണ്, മൃഗം, വേട്ട നായ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ശ്രുതി ദേ നിന്റെ സംസാരം ഓവർ ആവുന്നുണ്ട് ചേച്ചി. ഈ വാക്കുകളൊന്നും ഇയാൾക്ക് പറഞ്ഞാൽ മതിയാവില്ല. അതിനേക്കാളും അപ്പുറമാണ് ഇയാൾ വൃത്തികെട്ടവനാണ്. ചേച്ചീനെ ഈ കുടുംബത്തേക്കാൾ ഇത്ര നാളെ ചതിക്കായിരുന്നു. ശ്രുതി മതി, നിർത്ത്. ഇല്ല ചേച്ചി, എനിക്ക് പറഞ്ഞേ പറ്റൂ എന്ന് പറയാണ്. വീണ്ടും ശ്രുതി പണ്ട് ഇയാൾ എന്തൊരു ചതിനെന്നറിയോ? ചേച്ചിന് ഓരോ സെക്കൻഡും ഇയാളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ മനസ്സിൽ ഒരു കോണിൽ പോലും ചേച്ചിയില്ല. ഇയാളുടെ മനസ്സിൽ വൃത്തികെട്ട വിഷം മാത്രമാണ്, ജന്തു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കിടക്കുകയാണ് അഞ്ജലി. അത് കാണുമ്പോഴേക്കും അശ്വിനും ആകെ ഷോക്കായി പോവാട്ടോ. ശ്രുതിക്ക് ആകെ വിഷമാവുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് പറയണ്ട്, അഞ്ജലി ചേച്ചി ശ്രുതി പറഞ്ഞതെല്ലാം സത്യമാണ്. ശ്രുതിയുടെ കൂടെ ഈ കാര്യത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ ശ്യാം ചേട്ടൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഇയാൾ ഭയങ്കര ദുഷ്ടനാണ്. ഇയാളുടെ മാലിൽ ഒരു ലോക്കറ്റില്ലേ, ആ ലോക്കറ്റ് ശരിക്കും ലോക്കറ്റിലെ പെൻഡ്രൈവാണ്. ആ പെൻഡ്രൈവിലാണ് രേഖകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ഇയാളുടെ പേരിലാക്കിയ രേഖകളെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കണം ആ പെൻഡ്രൈവിലാണ് എന്ന് പറയുമ്പോൾ ശ്യാം പെട്ടെന്ന് ആ മാല എടുക്കുന്നുണ്ട്. എൻ്റെ അഞ്ജലി ബേബി, ഇവരെന്തൊക്കെയാണ് പറയണത്? നോക്ക് രാജകുമാരി, എൻ്റെ ഇത് സാധാരണ ലോക്കറ്റാണ്, അഞ്ജലി മോള് വേണമെങ്കിൽ നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ലോക്കറ്റ് ഉണ്ടല്ലോ, അതായത് പഴയ ലോക്കറ്റ് മാറ്റി ഈ ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ഉണ്ടല്ലോ അതെടുത്ത് ശ്യാം കഴുത്തിലിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എനിക്ക് പറഞ്ഞിട്ട്, എൻ്റെ അഞ്ജലി ചേച്ചി ഇയാൾ കള്ളനാണ്, ഇയാളെ പുതിയ ലോക്കറ്റ് എടുത്ത് ഇട്ടിരിക്കുകയാണ്, ഇയാൾ ലോക കള്ളനാണ്, ചേച്ചിനെ പറ്റിക്കുകയാണ് ഇയാൾ എന്നിങ്ങനെ പറയണം. അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി പണ്ടില്ല, ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, വിശ്വസിച്ച് പറ്റൂ അഞ്ജലി ചേച്ചി, ഇനി പല കാര്യങ്ങളും ചേച്ചിയെടുത്ത് പറയാൻ പറ്റിയ സമയം ഇത് തന്നെയാണ്. ചേച്ചി ഇതൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ ശ്യാം സാറിനെ ഞങ്ങൾ ഇവിടെ കാണുന്ന മുമ്പ് ഇതിന് മുമ്പേ ഞങ്ങൾക്ക് ഇയാളെ അറിയാം എന്ന് പറയാണ്. പ്രീതി നീ എന്തൊക്കെയാണ് പറയണത് എന്ന് ചോദിക്കുകയാണ് ആകാശ്. അതേ ആകാശേട്ട, ഞാനിപ്പോഴെങ്കിലും ഈ സത്യം പറയണം. ഈ ശ്യാം സാർ ചേച്ചിനെ ചതിക്കുകയാണ്. ഇയാൾ ഞങ്ങളുടെ വീട്ടിൽ അമ്മായിയുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് മുകളിലത്തെ നിലയിൽ നിൽക്കേണ്ടായിരുന്ന ശ്യാം സാർ എന്ന് ഞങ്ങൾ പറയില്ലേ, ഇയാളായിരുന്നു. എൻ്റെ ശ്രുതിനെ വിവാഹം കഴിക്കണം, ഇയാൾ ഇതിനു മുമ്പ് വിവാഹം കഴിച്ചിട്ടേ ഇല്ല, ഇയാളുടെ വീട് പാലക്കാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയായിട്ടുള്ള വിവാഹ നിശ്ചയം വരെ ഇയാളുടെ കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഇവിടെ വന്നിട്ടാണ് ഇയാൾ പലവട്ടവും ഞങ്ങൾക്ക് മുഖം തന്നിട്ടില്ല. ആ സമയത്ത് ഇയാൾ മാറിപ്പോവായിരുന്നു. ചേച്ചി തന്നെ ആലോചിച്ച് നോക്ക്, ഞങ്ങൾ ഇയാളെ കാണാൻ വേണ്ടി പലവട്ടം വന്നപ്പോഴും ഇയാൾ പല കാരണങ്ങളും പറഞ്ഞിട്ട് ഇയാൾ ഒഴിഞ്ഞു മാറി നിൽക്കായിരുന്നില്ലേ. അതിന് കാരണം ഇതായിരുന്നു. അവസാന സത്യങ്ങളെ കാരണത് വിവാഹത്തിന് തലേന്നാണ്, അതായത് എൻ്റെയും ആകാശേട്ടൻ്റെ വിവാഹത്തിന് തലേന്നാണ് സത്യങ്ങളെ കാരണത്. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരുന്നു. ചേച്ചി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു സത്യവും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് പറയുമ്പോൾ അശ്വിൻ ഒന്നിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ
അശ്വൻ പറഞ്ഞു ചേച്ചി ഇനി ചേച്ചി ഇവിടെ നിൽക്കണ്ട വാ റൂമിലേക്ക് പോവാം എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി വേണ്ട എനിക്കെല്ലാം കേൾക്കണമെന്ന് പറയുമ്പോൾ ചേച്ചി വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ ശ്യാം പറയുന്നുണ്ട് അതെ അളിയ അങ്ങനെ അങ്ങ് പെങ്ങളെയും കൊണ്ട് പോയാലോ എന്നെക്കുറിച്ച് അപവാദങ്ങളാണ് നിൻ്റെ ഭാര്യയും പിന്നെ ഭാര്യയുടെ ചേച്ചി എന്ന് പറഞ്ഞ ആകാശിൻ്റെ ഭാര്യയും കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പെണ്ണുങ്ങളും ഇപ്പം ഈ വീട്ടിൽ നിന്ന് പടിയിറക്കണം എന്നെക്കുറിച്ച് അത്ര അനാവശ്യം പറഞ്ഞ ഈ രണ്ട് പെണ്ണുങ്ങളും ഇനി ഇവിടെ ജീവിക്കേണ്ട രണ്ടിനെയും പിടിച്ച് പുറത്താക്കളിയ എന്ന് പറയണം. അത് കേൾക്കുമ്പോഴേക്കും അശ്വിൻ അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. അശ്വിൻ വേഗം ശ്യാമിൻ്റെ അടുത്തേക്ക് പോവാണ്. അതിനുശേഷം ശ്യാമിനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എല്ലാ അളിയൻ തന്നെ പറ അളിയനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയെന്നുള്ള പറഞ്ഞല്ലോ. അളിയനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയപ്പോൾ ആ ഗുണ്ടകളുടെ മുഖമൊക്കെ അളിയൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഒരാഴ്ച അളിയൻ്റെ കൂടെ തന്നെ ആ ഗുണ്ടകൾ ഉണ്ടായിരുന്നില്ലേ? അവരുടെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും അളിയൻ എന്നെ കണ്ടിട്ടുണ്ടോ? അവരുടെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും എന്നെ അളിയൻ കണ്ടിട്ടുണ്ടോ? പറ അളിയ എന്ന് പറയുമ്പോൾ അശ്വിനൊന്നും മിണ്ടുന്നില്ല. അശ്വിൻ അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. പറ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അശ്വിനൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. ഇതെന്തിനാണ് ഞാൻ അടിച്ചതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. ശേഷം അശ്വൻ പറയണ്ടേ ഇത് ഞാൻ അടിച്ചതേ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ്. എൻ്റെ ചേച്ചിനെ ഇത്ര നാൾ പറഞ്ഞ് പറ്റിച്ചതിന് നിനക്ക് ഞാൻ തരുന്ന ഏറ്റവും കുറഞ്ഞ അടിയാണിത്. എന്നിട്ട് മറ്റേ കവിളത്തും കൂടി അടിക്കുകയാണ്. ഇതെന്തിനാണ് തന്നേന്നറിയാവോ? എൻ്റെ ഭാര്യനെ നിരന്തരം പേടിപ്പിച്ച് അവളെ ഞാനുമായിട്ട് തെറ്റിക്കാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും നീ കാണിച്ചു. എൻ്റെ ഭാര്യനെ ഞാൻ വിശ്വസിച്ചില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതിനെ നീ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമിൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കുകയാണ്. ശ്യാം പറയുന്നുണ്ട് ഓ കൊള്ളാം, അപ്പോൾ നീയും ശ്രുതിനെ വിശ്വസിച്ചല്ലേ? കൊള്ളാം, എല്ലാവരും വിശ്വസിച്ചു. മോളെ രാജകുമാരി ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല മോളെ, നീ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ അഞ്ജലി അടുത്ത് പറയണം. അപ്പോഴും അഞ്ജലിക്ക് എവിടെയൊക്കെ ഒരു ചെറിയ വിശ്വാസം ശ്യാമിലുണ്ട് കേട്ടോ. അതുകൊണ്ട് അഞ്ജലി ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ശ്യാം അധികം പറയാൻ വേണ്ടി അശ്വിൻ വെയിറ്റ് ചെയ്യുന്നില്ല. അശ്വിൻ പെട്ടെന്ന് ശ്യാമിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് വലിക്കുകയാണ്. അയ്യോ രാജകുമാരി രാജകുമാരി എന്ന് പറഞ്ഞിട്ട് ശ്യാമാണെങ്കിൽ അഞ്ജലിയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നേ ഇല്ല കേട്ടോ. അഞ്ജലിക്കും അത് കാണുമ്പോൾ വല്ലാത്ത വിഷമാവാണ്. അശ്വിൻ ശ്യാമിനെ വലിച്ചിറക്കിക്കൊണ്ട് വാതിലിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ട് വാതിൽ കൊട്ടി അടക്കാണ്. ആ അടക്കുന്ന സമയം വരെ ശ്യാം അഞ്ജലിയുടെ മുഖത്തേക്ക് തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാതിലടച്ചിട്ട് അശ്വിൻ തിരിയുമ്പോഴേക്കും അഞ്ജലി അവിടെ കുഴഞ്ഞു വീഴുവാട്ടോ. എല്ലാവരും കൂടി അഞ്ജലിനെ പൊക്കിയെടുത്തിട്ട് ബെഡിലേക്ക് കിടത്തുന്നുണ്ട്. പക്ഷേ അഞ്ജലി ആകെ ഒരു അവശ നിലയിലാണ്. അതായത് അഞ്ജലിക്ക് ഒട്ടും വയ്യ. അഞ്ജലി ആകെ ആ ഒരു വല്ലാത്ത ഷോക്കിലാണ്. അപ്പോൾ അഞ്ജലിക്ക് ആരെ വിശ്വസിക്കണമെന്നറിയില്ല. ശ്യാമിനെ വിശ്വസിക്കണോ അതോ തൻ്റെ അനിയനെ വിശ്വസിക്കണോ? ആ ഒരു രീതിയിലാണ് അഞ്ജലി നിൽക്കുന്നത്. പക്ഷേ ഇപ്പം അഞ്ജലി അതായത് നാളെ അഞ്ജലി ശ്യാമിനെ തന്നെ വിശ്വസിക്കുള്ളൂ. പക്ഷേ അഞ്ജലി ഒരുപാട് നേരം ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഈ ശ്യാം തെറ്റുകാരനാണെന്ന് അഞ്ജലി മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അഞ്ജലി പിന്നെ പല കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഞാൻ ഓൾറെഡി റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ശ്യാമിനെ ഇങ്ങനെ അടിക്കുന്നതും അടിച്ച് പുറത്താക്കണതും അതുപോലെ തന്നെ അഞ്ജലി കുഴഞ്ഞു വീണ ഭാഗങ്ങളില്ലേ ആ ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അഞ്ജലി ഹോസ്പിറ്റലിൽ പോണ ഭാഗങ്ങളൊക്കെ വ്യാഴവും വെള്ളിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പിന്നെ അടുത്ത ആഴ്ച നല്ല സൂപ്പർ ഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മുടെ ശ്രുതിയുടെ പിറന്നാളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ഭാഗങ്ങളൊക്കെ അടുത്ത ആഴ്ച ഉണ്ട്. വീണ്ടും സന്തോഷങ്ങളൊക്കെ വരുന്ന ഭാഗമാണ് അടുത്ത ആഴ്ച. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. Bye bye.